ലൈഫിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കഥാപാത്രം കിട്ടുകയും അതിൽ അവൾ ആഴമായിട്ട് അറിയാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പ്രേക്ഷകർത്തോണ്ട് ഞാനൊരു മതത്തിലും ഒരു ജാതിയിലൊന്നും താല്പര്യമുള്ളതല്ലല്ലോ. പ്രകൃതിയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുമെന്ന് ചിന്തിക്കുന്ന ആളാണ്. നടന്നുകൊണ്ടിരിക്കും, അതിൽ ചിന്തിക്കാവുന്നില്ല, അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നടക്കുന്ന ഒരു കാര്യമായിരിക്കണം, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പവർ തന്നെയാണ് ആ കുട്ടി ഇതിൽ സോളായിട്ട് അഭിനയിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആ കുട്ടി അങ്ങോട്ട് ഗംഭീരമാക്കണം. ഈ സിനിമയിലെ ഗംഭീരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനൂപ് സത്യന്റെ എക്സലന്റ് സ്ക്രിപ്റ്റും ഡയറക്ഷനും അത് ഒന്നിൽ വരും. രണ്ടാമത് ഈ നടി എന്ന് പറയുന്നത്, അതായത് അതൊക്കെ അവിടെ നമ്മൾ നിർത്തിയാലും ആക്ടിംഗ് ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് നിവിൻ പോളി അല്ല, ഈ പെൺകുട്ടിയാണ്. ഇറ്റ്സ് എ വുമൻസ് പവർ, പെർഫെക്റ്റ്ലി വുമൻസ് പവർ. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചുവെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അത് പ്രകൃതി നിമിത്തമായിരിക്കും. ആ കുട്ടിയുടെ ഒരു നടന വൈഭവം എക്സലന്റ്. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, സിനിമയ്ക്ക് വേണ്ട വലിയ ഒന്നുമില്ല ആ കുട്ടിയിൽ, പക്ഷെ ആ കുട്ടി പ്രസന്റ് കൊണ്ട് എവിടെയോ നഷ്ടപ്പെട്ട് എവിടെയോ ബാക്കി വെച്ച ഒരു സാധനം ആരോ റിപ്പീറ്റ് ചെയ്തിട്ട് പ്രേക്ഷകരെ മുൻപേ അവതരിപ്പിക്കും പോലെ. ഇറ്റ്സ് എ സോൾ വൈൻഡിങ്. ഈ സോളൊക്കെ എന്ന് പറയുന്നത് ഒരു എനർജറ്റിക് വൈൻഡിങ് എന്ന് പറയേണ്ടി വരും. ഇത്തരം ഒരു വൈൻഡിങ് പോലെ പ്രകൃതിയിൽ എന്തോ എല്ലാം, പ്രകൃതിയുടെ ഒരു കളിയാട്ടം, പ്രകൃതിയുടെ ഒരു റിവേഴ്സിങ് എന്ന് കാണിക്കും പോലെ അഭിനയിപ്പിച്ച് നമ്മുടെ ഒരു പ്രേക്ഷകരുടെ എല്ലാവരുടെയും ബോഡിയിലും ഹാർട്ടിലോട്ടും കയറി ഇറങ്ങിക്കൊണ്ടുപോകാൻ പറ്റിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഈ കഥാപാത്രങ്ങളെല്ലാം ചിന്തിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ വട്ടപൂജ്യവട്ടമാണ്. വെരി ബിഗ് സീറോ. ആ അങ്ങനെ സംഭവിച്ചിരിക്കുന്ന ഒരു സോൾ കഥാപാത്രം പെർഫോം ചെയ്തിരിക്കുന്ന ആ കുട്ടിയും, ഒപ്പം നിവിൻ പോളിക്ക് എന്തോ ഒരു എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയതെല്ലാം തന്നെ നിവിൻ പോളി തിരിച്ചു കൊണ്ടുവന്ന് വരണമെന്നുള്ള നിവിൻ പോളിയുടെ ആഗ്രഹവും, പിന്നെ നമ്മുടെ അതിനോടൊപ്പം നമ്മുടെ ഇച്ചിരി കോമഡി കഥാപാത്രങ്ങളെല്ലാം കൂടെ ചെയ്തു നിൽക്കുന്ന നമ്മുടെ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരണില്ല, നമ്മുടെ കോമഡി സഞ്ജു വർഗീസ്, ഐ ഡോണ്ട് നോ, അല്ല എനിക്ക് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ലൈവിൽ ഞാൻ എഴുതിയൊന്നും വച്ചിട്ടില്ല, പ്രതീക്ഷിക്കാതെ പോയ സിനിമയാണ്. അദ്ദേഹവും അതിൻ്റെ ഒപ്പം വരുന്ന സപ്പോർട്ട്